മനോജ് നമ്പ്യാർസ് ട്രാവൽ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കതിരൂരിലെ ഹെൽത്ത് സെൻറ്റർ ഉക്കാസുമട്ട ഹെൽത്ത് സെൻറ്ററിനടുത്തുള്ള രാഘവം പ്രീമിയം ഹോം സ്റ്റേയിലാണ്. ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവിടുത്തെ ഗൃഹനാഥനോട് ഇതിൻ്റെ സൗകര്യങ്ങൾ ചോദിച്ചറിയാനുമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അടുത്തിടെ ഗോൾഡ് സ്റ്റാറ്റസ് ലൈസൻസ് ലഭിച്ച ഈ ഹോം സ്റ്റേ കതിരൂരിൽ തന്നെ ആദ്യമായാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയുള്ള ഒരു ഹോം സ്റ്റേ ആരംഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന ഈ ഹോം സ്റ്റേയിൽ ഒരു സന്ദർശകർക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. പൂന്തോട്ടങ്ങളും വൃക്ഷങ്ങളും അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം ആസ്വദിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവിടെ സജ്ജമാണ്. ഈ ഹോം സ്റ്റേയുടെ കൂടെ തന്നെ ഒരു ബാഡ്മിൻ്റൺ കോർട്ടും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ സൈക്ലിങ്ങിന് വേണ്ട സൗകര്യങ്ങളും സജ്ജമാണ്. കതിരൂർ ടൗണിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഉക്കാസുമുട്ടയിലെ ഹെൽത്ത് സെൻ്ററാണ്. കതിരൂർ 5-ാം മൈലിൽ നിന്ന് കറക്റ്റ് ഏതാണ്ട് 1 കിലോമീറ്ററോളം ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. മൂന്ന് ബെഡ്റൂമുകളുള്ള ഈ ഹോം സ്റ്റേയിൽ കിച്ചൺ, ഡൈനിങ് റൂം, ബാൽക്കണി, ബാഡ്മിൻ്റൺ കോർട്ട്, അതുപോലെ തന്നെ യഥേഷ്ടം നടക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സഞ്ചാരികൾക്ക് ടൂർ ഓപ്പറേഷൻസും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. ആവശ്യമായ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകാനുള്ള സൗകര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്തു കൊടുക്കുന്നതാണ്. നമുക്കിതിന് ഈ ഹോം സ്റ്റേയുടെ ഗൃഹനാഥനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളെന്നും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റെന്നും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബുക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായി അറിയേണ്ടത്. നമസ്കാരം. ഞാൻ മനോജ്. ഈ ഹോം സ്റ്റേ കാണാൻ വന്നതാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമല്ലോ? ഓ യെസ്, സന്തോഷം. യെസ്, താങ്ക് യു. ഇത് ഡൈനിങ് ഹാളാണ്, ലിവിംഗ് റൂമാണല്ലേ? ഡ്രോയിങ് റൂം ആൻഡ് ലിവിംഗ് റൂം. ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാം. ഹോം സ്റ്റേയിൽ ഉള്ളവർക്ക് താഴെയും മേലെയും സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഡൈനിങ് ഹാൾ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി വെച്ചിരിക്കുന്നു. അടുത്തിടെ പണി പൂർത്തിയാക്കിയ ഹോം സ്റ്റേ ആണിത്. അത് കാരണം എല്ലാവിധ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ പുതിയതാണ്. താഴെ ഗൃഹനാഥനും മേലെ 3 റൂമുകൾ ഗസ്റ്റിന് കൊടുക്കുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലേ? 3 റൂമുകളുണ്ട്. 3 റൂമുണ്ട്. വലിയൊരു ബാൽക്കണിയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കിച്ചൺ താഴെയാണ്.
ബാക്കി സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. താഴത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതെ, ഇത് ഓക്കെ, ഇതെന്താണ്? ഓക്കെ, പൂജ റൂം, ഓ ഇതൊരു ചെറിയ റൂമുണ്ട് ഇവിടെ കയറി വരുമ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള. ഇരിക്കാൻ യെസ് 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 റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓ റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇവിടെ സൗകര്യങ്ങളുണ്ട്. പിന്നെ കൂടാതെ ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് റൂമാണിത്. അതെ, എയർ കണ്ടീഷൻ, യെസ്, ഡൈനിങ് റൂമും വിത്ത് എയർ കണ്ടീഷൻഡ് ആണ്. കണ്ടീഷൻഡ് ഒക്കെ ആയിട്ടുള്ള ഓക്കെ, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഗസ്റ്റിന് ഇവിടെ വന്ന് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ്, നമ്മുടെ ഹോം സ്റ്റേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് പ്രോഗ്രാമിൽ. അതെ, അത് നമ്മളെ ലോക്കൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക കൂടുതലായും. അതുകൂടാതെ ഗസ്റ്റിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങളും കൂടി ആവശ്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇത് കിച്ചണുണ്ട്, വളരെ സൗകര്യപ്രദമായ കിച്ചണാണ്. അതും അവർക്ക് ഗസ്റ്റിന് ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം, അവർക്ക് വേണമെങ്കിൽ പാചകം ചെയ്യാം. കൂടാതെ അതിനൊക്കെ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വർക്കിംഗ് ഏരിയ ഉണ്ട്. അതെ, കൂടാതെ ഇവിടെ ഈ വാഷിംഗ് മെഷീനൊക്കെ ഗസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റുമോ? യെസ്, അത്യാവശ്യം വാഷിംഗ് മെഷീനും ഗസ്റ്റിന് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അങ്ങനെ സൗകര്യങ്ങളും കൂടിയുണ്ട്. ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ സെറ്റപ്പ് ഉണ്ട്. ഇതെല്ലാവരും കൂടി ഉപയോഗിക്കാൻ പാകത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഹൈജീനിക്കലാണ്, കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയിൽ വെച്ചതാണ്. റൈറ്റ്, നമുക്കിനി ഇതിൻ്റെ ഗസ്റ്റ് റൂംസൊക്കെ ഒന്ന് പോയി കാണാം. ഫസ്റ്റ് ഫ്ലോറിലാണ് ഗസ്റ്റുകളുടെ റൂമൊക്കെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഫ്രിഡ്ജ് സംവിധാനങ്ങൾ അല്ലേ? ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ മേലെയും താഴെയും ഒരുക്കിയിട്ടുണ്ട്. അത് ഗസ്റ്റിനൊക്കെ ഉപയോഗിക്കാം. ഗസ്റ്റിന് അവരുടെ സാധനങ്ങളൊക്കെ ഇതിൽ സൂക്ഷിക്കേണ്ട സൗകര്യങ്ങളും ലഭ്യമാണ്. കൂടാതെ താഴെ ഗൃഹനാഥനും മേലെ 3 റൂം ഗസ്റ്റിന് കൊടുക്കുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന് അടുത്തിടെയായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗോൾഡ് സ്റ്റാറ്റസ് അംഗീകാരം ലഭിച്ച ഹോം സ്റ്റേ ആണിത്. കതിരൂരിൽ ആദ്യമായിട്ടാണ്. കതിരൂർ എന്ന് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തലശ്ശേരി താലൂക്കിൽ, തലശ്ശേരിയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെയായി കൂത്തുപറമ്പിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഈ ഹോം സ്റ്റേ. അതെ, ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. മൈസൂർ പോകുന്നവർക്കും വയനാട് പോകുന്നവർക്കും ഒക്കെ അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ്. നമ്മൾ മേലേക്ക് പോകാം. അപ്സ്റ്റേഴ്സാണിത്. ഇതിൻ്റെ മേലെ സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഒരു വരാന്തയുണ്ട്, ഒരു വലിയ ബാൽക്കണി തന്നെയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഗസ്റ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും അല്ലേ, രാവിലെയൊക്കെ നല്ല പക്ഷികളുടെ ശബ്ദവും അതുപോലെ തന്നെ നല്ല കാറ്റും എല്ലാവിധ അല്ലേ കാഴ്ചകളുമുള്ള ഒരു ബാൽക്കണിയാണ്, വരാന്തയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ചുറ്റുപാടുകൾ മുഴുവനും വൃക്ഷങ്ങളാണ്. കൂടാതെ പലതരത്തിലുള്ള ഫലവൃക്ഷങ്ങളും ഇവിടെ ലഭ്യമാണ്. സ്റ്റാർ ഫ്രൂട്ട്സും അതുപോലെ ചിക്കുവും അങ്ങനത്തെ പല പേരയ്ക്കും ഇതൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. അതും കൂടി അവർക്കൊക്കെ ഉപയോഗിക്കാം. ഇതൊരു ഏരിയയാണ്, ഇതും ഗസ്റ്റിന് ഉപയോഗിക്കാം. റൈറ്റ്, ഇവിടെ ഇരിക്കാം രാവിലെയോ ഏത് സമയത്തും ഇഷ്ടം പോലെ ഇരുന്നിക്കാം, റിലാക്സ് ചെയ്യാം. അതെ അതെ, രാവിലെ പക്ഷികളുടെ ശബ്ദങ്ങളാണ് ഇവിടുത്തെ വലിയൊരു ആകർഷണം. ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളത് കാരണം അല്ലേ, പലതരത്തിലുള്ള പക്ഷികളും ഇവിടെ പറക്കുന്നതും അവരെ ശബ്ദങ്ങളൊക്കെ രാവിലെ തന്നെ കേൾക്കാം. റൈറ്റ്, അപ്പോൾ ഇത്രയും വിശാലമായ ഒരു ഹോം സ്റ്റേ ഞാൻ ഈ അടുത്തിടെ എവിടെയും അങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നല്ല കാര്യം തന്നെ. കതിരൂരിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളുള്ളത് ആദ്യമായിട്ടാണ് അറിയുന്നത്. റൈറ്റ്, അപ്പോൾ നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് നോക്കാം. ബെഡ്റൂം മുതൽ മേലെ തന്നെ ഒരു ലൈബ്രറിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറിയിൽ പല പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഏകദേശം പുസ്തകങ്ങളുണ്ട് അല്ലേ? റൈറ്റ്, അപ്പോൾ 3 റൂമുകളാണ്. ഇതൊരു റൂമുണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, ഇപ്പുറത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഗസ്റ്റിന് പുറമേ വേറൊരു ഡ്രോയിങ് റൂമുണ്ട് അല്ലെ, ലിവിങ് റൂം ഗസ്റ്റിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കാം. ഫ്രിഡ്ജ്, റെഫ്രിജറേറ്റർ വെച്ചിട്ടുണ്ട്, സോഫ സെറ്റ് ഉണ്ട്, വായിക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് റൂമിലും ഇരിക്കാം. അതുകൂടാതെ ഈ ബാൽക്കണിയിലും അല്ലെങ്കിൽ ഈ ലിവിങ് റൂമിലും മേലെയുള്ള സെപ്പറേറ്റ് അല്ലേ ലിവിങ് റൂമിൽ അവർക്ക് ഇരിക്കാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു.
ഓക്കെ, നമുക്കിനി ബെഡ്റൂം കാണാം. ഗസ്റ്റിനുള്ള ഒരു മാസ്റ്റർ പ്രധാന ബെഡ്റൂമാണിത്. ഇതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും 3 ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ബെഡ് തന്നെയാണ്. ബെഡ്റൂമിൽ ആവശ്യമായ ടേബിളും ചെയറും അതുപോലെ തന്നെ വാർഡ്രോബും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വാർഡ്രോബ് തുറന്നോളൂ. വലിപ്പമുള്ള വാർഡ്രോബുകളൊക്കെ ഉണ്ട്. യഥേഷ്ട സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ് അല്ലേ. ടേബിളും അതുപോലെ തന്നെ മിററും ഉണ്ട്. യെസ്, അവിടെയുണ്ട് സാധനങ്ങളൊക്കെ വെക്കേണ്ട എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. ബാത്റൂം സൗകര്യങ്ങളും അതുപോലെ തന്നെ ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ 24 hours സോളാർ പവറും ഉള്ളതാണ്. ഫുൾ സോളാർ പവേർഡാണ്. ഇവിടെ സോളാർ പാനലൊക്കെ വെച്ചിട്ട് ഫുൾ ടൈം സോളാർ പവർ ലഭ്യമാണ്. 24 hours വാട്ടർ സൗകര്യം ലഭ്യമാണ്. എല്ലാ മുറികളും എ സി റൂംസ് ആണ്. എല്ലാ 3 റൂമുകളും എ സി ഉള്ളതാണ്. ഇനി എ സി ഇല്ലാത്തവർക്ക് എ സി ഇല്ലാതെ ഉപയോഗിക്കാം. എ സി ആവശ്യമില്ലാത്തവർക്ക്. എല്ലാ റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഹാളിൽ നിന്നും ബാത്റൂമിലേക്ക് പോകാം. അതിൻ്റെ സൗകര്യങ്ങളും ഉണ്ട്. റൈറ്റ്, ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ മിസ്റ്റർ രമേശ് ബാബു? ഇരുന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇത് തുടങ്ങാൻ എങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ, എന്തായിരുന്നു നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്? ഈ ടൂറിസത്തിന്റെ ഭാഗമാകാൻ എങ്ങനെയാണ് തീരുമാനിച്ചത്? ഞാൻ പിന്നെ 35 വർഷമായിട്ട് പത്രപ്രവർത്തന രംഗത്തായിരുന്നു. റൈറ്റ്. ഡൽഹി ബേസ്ഡ് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ കേരളത്തിലെ ബ്യൂറോ ചീഫായിരുന്നു. റൈറ്റ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ റിട്ടയറായി. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ചെയ്തു. നാട്ടില് നമ്മളെ ടൂറിസം വലിയൊരു രീതിയിലൊന്നും ഇത് ചെയ്തിട്ടില്ല. അതൊക്കെ നാടിനെയും പിന്നെ ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരെയും ഒന്ന് ഇത് ചെയ്യാനും പിന്നെ ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ട് പുതുതായിട്ടൊന്നും ഏറ്റെടുത്താണ്. എല്ലാം വൃത്തിയാക്കി ഇത് ചെയ്തു. പല സാധനങ്ങളൊക്കെ. എങ്ങനെയാണ് ഇത്രയും ഭംഗിയാക്കി ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? തീർച്ചയായിട്ടും നാട്ടില് ടൂറിസം പിന്നെ പുരോഗമിക്കണം, അഭിവൃദ്ധിപ്പെടണം, നാട്ടുകാർക്ക് കൂടി അതിന്റെ ഫലം അനുഭവിക്കണം. കറക്റ്റ്. ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് അക്കോമഡേഷൻ വളരെ കുറവാണ് നാട്ടിൽ അല്ലേ. സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഹോട്ടൽ കുറവാണ്, റൂം കുറവാണ്. 1000 പേര് വന്നാൽ താമസിക്കേണ്ട സൗകര്യങ്ങൾ. ഇവിടെ എത്ര പേർക്ക് താമസിക്കാം ഒരേ സമയം? ഒരു പിന്നെ 3 ഫാമിലിക്ക് വളരെ സുഖമായിട്ട് താമസിക്കാം. റൈറ്റ്. 10 പേർക്ക് താമസിക്കാം. 10 പേർക്ക് സുഖമായി താമസിക്കാം മാക്സിമം സുഖമായി അല്ലേ. റൈറ്റ്. അപ്പോൾ നാടൻ അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ നാടൻ സാധനങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്യാം, ഫുഡും കാര്യങ്ങളും. അതെ, ഒരു ഹോട്ടലിന്റെ അറ്റ്മോസ്ഫിയർ അല്ല, ഇവിടെ ഒരു ഉൾനാടൻ ഗ്രാമത്തിന്റെ പ്രതീതിയിൽ അല്ലേ. അടുത്ത് തന്നെ കളരിയുടെ ഇതുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പൊന്നം കളരി സമയത്ത് ഇവിടെ കുറച്ച് വിദേശികൾ വന്ന് താമസിച്ചിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. സക്സസ്ഫുൾ ആയിരുന്നു. ഓക്കെ. പൊന്നത്തങ്കത്തിന്റെ സമയത്ത് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശികൾ വന്ന് ഇവിടെ താമസിച്ചിരുന്നു 10 ദിവസത്തോളം അല്ലേ. 8 ആൾക്കാർ താമസിച്ചു. അവരൊക്കെ വളരെ ഹാപ്പി ആയിട്ടാ പോയെന്ന് പറഞ്ഞു. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ നിന്നാണ് നമ്മളൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു കൂടുതൽ ചെയ്യാനുള്ള ഒരു ഇത് വന്നത്. നാട്ടുകാർക്കും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റൊക്കെ ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തുതരാം. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ടൂറിസത്തിന്റെ ഒരു ഇത് നമ്മളെങ്ങനെയാണ് അവരെയും കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൂടെ മറ്റുള്ള കുറച്ച് പേർക്ക് ജോലി കൂടി ലഭ്യമാക്കാം. തീർച്ചയായിട്ടും. കാരണം ഇത് വളരെ ഒരു ഐഡിയലി ലൊക്കേറ്റഡ്. താങ്കളിവിടെ ഫുൾ ടൈം ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പം ഗസ്റ്റുകൾ ഹോം സ്റ്റേയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൃഹനാഥൻ ആ വീട്ടിൽ ഉണ്ടായിരിക്കണം എന്നാണ്. അവർ താങ്കൾ താഴെ താമസിക്കുന്നു, മേലെ ഇവർ കൊടുക്കുന്നു. ഓക്കെ. ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഇപ്പോൾ ആവശ്യം കസ്റ്റമർ സർവീസ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എക്സൈറ്റഡ് ആണ്, ഡിലേറ്റഡ് ആകുമോ കസ്റ്റമറൊക്കെ?
തീർച്ചയായിട്ടും ഓക്കെ, തീർച്ചയായിട്ടും ഒരു തീർച്ചയായിട്ടും ഡിലൈറ്റിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യും. അതെ നമുക്ക് ഇവിടെ പിന്നെ ഒരു കോട്ട് ഉണ്ട്, Alright. അത് ക്ലോസ്ഡ് ഇതാണ്. ഓറൈറ്റ്, അപ്പൊ ആൾക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് കളരിപ്പയറ്റിന്റെ കാണണം, ഓറൈറ്റ്, അല്ലെങ്കിൽ ഒരു തെയ്യത്തിന്റെ ഒരു പെർഫോമൻസ് കാണണം, ഓറൈറ്റ്, അല്ലെങ്കിൽ പിന്നെ ഒരു ക്ലാസിക്കൽ ഡാൻസ് ഫോം കാണണം, ഓറൈറ്റ്. അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് നമുക്ക് ചെയ്തു കൊടുക്കാം. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ എങ്ങനെ എല്ലാവിധ നമ്മുടെ നാട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യം, അതുകൂടാതെ തെയ്യം സീസൺ വരുമ്പോൾ തെയ്യങ്ങൾ കൊണ്ടുപോയി കാണിക്കേണ്ട സൗകര്യങ്ങളുണ്ട്. ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്, കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ്. കതിരൂര് കളരികളുടെ നാടാണ് വടക്കൻ പാട്ട് അല്ലേ, അതുകൂടെ തന്നെ തെയ്യങ്ങളുടെ നാടാണ്. എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഹോം സ്റ്റേ അല്ലേ തയ്യാറാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് തലശ്ശേരിയോ കണ്ണൂർ എയർപോർട്ടിലോ വരുന്നവർക്ക് ഇവിടെ 1-2 ദിവസം താമസിച്ച് അതിനുശേഷം അവർക്ക് മൈസൂർ പോണ്ടിക്ക് പോവാം. ഇവിടുന്ന് ജസ്റ്റ് 150 കിലോമീറ്റർ. പിന്നെ കൂർഗ് പോണ്ടവർക്ക് 2 മണിക്കൂർ കൊണ്ട് കൂർഗ്. അപ്പൊ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെയാണ് നമ്മൾ ഇത് വയനാട് പോണ്ടിക്കല്ലേ. ഓക്കെ, റൈറ്റ്. എങ്ങനെയാണ് റൂമിന്റെ താരിഫ് ഒക്കെ ഒന്ന് പറയാമോ? താരിഫ് 3 റൂം പിന്നെ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു 10,000 കൊടുക്കും. ഇൻഡിവിജ്വൽ ആയിട്ട് വരികയാണെങ്കിൽ 4,000 ഈച്ച്. Okay, 4,000 including everything. Everything including breakfast. Okay, per room 4,000 for 2 people, 2 person. 2 person. Double share അല്ലേ? Double. Okay. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സീസൺ റേറ്റ്. ഒരു ടീം വന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ 10,000. ഓ റൈറ്റ്. അപ്പോൾ അതൊക്കെ ഒരു വർത്താണ്. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഹോട്ടലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തലശ്ശേരിൻ്റെ സ്റ്റാറ്റസ് ഇവിടെയൊക്കെ നോക്കുമ്പോൾ പിന്നെ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിന് എക്സ്ട്രാ കൊടുത്താൽ മതി. അതൊക്കെ സൗകര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, അസിസ്റ്റൻസ് ഒക്കെ അല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കസ്റ്റമറെ എങ്ങനെ മാക്സിമം എങ്ങനെ പരമാവധി ഹെൽപ്പ് ചെയ്യാം അല്ലേ. യെസ്, ഹോം മെയ്ഡ് ഫുഡ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ്. ഹോട്ടലിലെ ഫുഡല്ല, ഹോം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള സൗകര്യങ്ങളോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി സജ്ജമാക്കിയിരിക്കുന്ന അല്ലേ രാഘവം പ്രീമിയം ഹോം സ്റ്റേ, കതിരൂർ ഉക്കാസുമൊട്ട ഹെൽത്ത് സെൻ്ററിൻ്റെ അടുത്തായിട്ടുള്ള രാഘവം പ്രീമിയം ഹോം സ്റ്റേയിലെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഏതായാലും കാര്യങ്ങളൊക്കെ ഇത്രയും പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. താങ്കളുടെ ഉദ്യമം അല്ലെ വിജയിക്കട്ടെ. എല്ലാവിധ കസ്റ്റമേഴ്സ് വരുമ്പോഴും എല്ലാവിധ ആശംസകൾ അറിയിക്കട്ടെ. നന്ദി.